എല്ലാം കേട്ടുനിന്ന അവസാനം പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തിന്റെ വിവിധ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ അദ്ദേഹം സ്ത്രീകളുടെ വിഷയത്തിൽ സെലക്റ്റീവായാണ് അവർ പ്രതികരിക്കുന്നതെന്നും തിരിച്ചടിച്ചു. തങ്ങളുടേത് ഒരു മൂന്നിലൊന്ന് സർക്കാരാണെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസത്തിനും അദ്ദേഹം മറുപടി നൽകി. തങ്ങളുടേത് മൂന്നിലൊന്ന് സർക്കാർ തന്നെയാണെന്നും കാരണം മൂന്നിൽ ഒന്ന് കാലാവധിയെ പൂർത്തിയായിട്ടുള്ളൂവെന്നും 10 വർഷത്തെ NDA ഭരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നരേന്ദ്രമോദി തുറന്നടിച്ചു. ചിലർ ഞങ്ങളുടേത് മൂന്നിലൊന്ന് സർക്കാരാണെന്ന് പറയുന്നു. ഇത് സത്യമാണ്. ഞങ്ങളുടെ കാലാവധിയുടെ മൂന്നിലൊന്ന് പൂർത്തിയാക്കി. എന്നാൽ അതിന്റെ മൂന്നിൽ 2 ഭാഗം ഇനിയും അവശേഷിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന് മറുപടിയായാണ് പ്രധാനമന്ത്രി മോദി രാജ്യസഭയിൽ ഇങ്ങനെ പറഞ്ഞത്. ലോക്സഭയിലെ NDAയുടെ വിജയത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 60 വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് ഒരു മുന്നണി തുടർച്ചയായി 3ാം വട്ടവും അധികാരത്തിൽ വരുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ജനങ്ങളുടെ തീരുമാനത്തെ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷത്തിന് തങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ താല്പര്യമില്ലെന്നും ഓടിപ്പോകാൻ മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. നുണകൾ പ്രചരിപ്പിക്കുന്നവർക്ക് സത്യം കേൾക്കാനുള്ള ശക്തിയില്ലെന്ന് രാജ്യം കണ്ടറിയുകയാണ്. അവർ ഉപരിസഭയെ അപമാനിക്കുകയാണ്. ഭരണഘടനാ ദിനത്തെ എതിർക്കുന്ന ചിലർ പാർലമെന്റിൽ ഭരണഘടന വീശി പ്രതിഷേധിക്കുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നും മോദി പറഞ്ഞു. അടുത്തിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റ് നിരവധി പ്രതിപക്ഷ MP-മാരും ഭരണഘടനയുടെ പകർപ്പ് വീശി പ്രതിഷേധമറിയിച്ചിരുന്നു. ഇതാണ് മോദി ഇപ്പോൾ സൂചിപ്പിച്ചത്. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുമെന്ന് ലോക്സഭയിൽ പറഞ്ഞ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഭരണഘടനയുടെ പകർപ്പുമായി ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർ ജനുവരി 26 ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ എതിർത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും മോദി പ്രതിപക്ഷത്തെ ചൂണ്ടിപ്പറഞ്ഞു. കഴിഞ്ഞ ദിവസം മോദിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം 3 തവണയാണ് തടസ്സപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. തന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും മോദി ആവോളം പരിഹസിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കി. പരാതി പറഞ്ഞ് സഹതാപം നേടാനുള്ള കുട്ടിയുടെ ശ്രമം ഇന്നലെ സഭയിൽ കണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. അതേസമയം ഭരണഘടന തലയിൽ വെച്ച് നൃത്തം ചെയ്യുന്നവർ ജമ്മു കശ്മീരിൽ അത് നടപ്പാക്കാൻ തുനിഞ്ഞില്ലെന്നും BR അംബേദ്കറെ അപമാനിച്ചെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. തങ്ങളുടെ വിജയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പുരോഗതിയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ വെല്ലുവിളിയെന്നും മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായാലും കൊണ്ടും കൊടുത്തും ലോക്സഭയിൽ അഴിഞ്ഞാടുകയാണ് നേതാക്കൾ. ഇതൊക്കെ എവിടെ എത്തുമെന്ന് കാത്തിരുന്നു കാണാം.